ആഘോഷങ്ങൾക്ക് ചാരുതയേകാൻ തൃക്കാക്കരയപ്പൻ രൂപങ്ങളുടെ വിൽപ്പന വിപണിയിൽ സജീവമായി. പരമ്പരാഗത കളിമൺ പാത്ര നിർമ്മാണ തൊഴിലാളികളാണ് തൃക്കാക്കരയപ്പന്റെ രൂപങ്ങൾ ഉണ്ടാക്കുന്നത്. മുൻകാലങ്ങളിൽ വീടിന് സമീപത്തുനിന്ന് കളിമൺ ശേഖരിച്ച് അച്ചിൽ വാർത്താണ് തൃക്കാക്കരയപ്പന്റെ രൂപം ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ കളിമണ്ണിന്റെ ലഭ്യതക്കുറവ് തൊഴിലാളികളെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. വൻ വിലകൾ നൽകിയാണ് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കളിമണ്ണ് ഇറക്കുമതി ചെയ്യുന്നത്. പരമ്പരാഗതമായി കളിമൺ പാത്രങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലാളികളാണ് ഓണക്കാലത്ത് തൃക്കാക്കരയപ്പനെ ഒരുക്കുന്നത്. ആദ്യം പണിയണം, പിന്നെ ഒന്നും കൂടെ പിന്നെ കളർ കൊടുക്കണം. ഒരാളെ ചിങ്ങട്ടാണ്, പിന്നെ അത് രണ്ടാമത് പിന്നെ ഒന്നുകൂടി ഫിനിഷ് ചെയ്യണം. അപ്പം 2 ദിവസം പിടിക്കും ഫിനിഷ് ചെയ്യുന്നത്. കളിമണ്ണ് പട്ടാമ്പി ഷൊർണൂരിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ചിലവന്നെയാണ് മണ്ണൊക്കെ ഇട്ടാൽ എന്തിനാണ് കാശ് കൂടുതൽ. മണ്ണ് 10-35 ഉറുപ്പികയുള്ള ഒരു ലോഡ് മണ്ണിന് വേണ്ടി ഞങ്ങൾ വിൽക്കുന്നത് ചിലപ്പോൾ 150 300 വയ്ക്കാം, 200 അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരും. ഓണക്കാലത്ത് ഹിന്ദു കുടുംബങ്ങളിൽ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിച്ച ശേഷം പൂജ ചെയ്യുന്നത് പതിവാണ്. മഹാവിഷ്ണുവിന്റെ പ്രതീകമായാണ് തൃക്കാക്കരയപ്പനെ സങ്കല്പിക്കുന്നത്. വാമനാവതാരത്തിൽ 3 അടി ഭൂമി അളന്നെടുക്കാൻ ഇല്ലാതായപ്പോൾ 3ാമത്തെ അടിക്കായി സ്വന്തം ശിരസ്സു കുനിച്ച മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയതായാണ് ഐതിഹ്യം. യഥാർത്ഥത്തിൽ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തുകയല്ല, മഹാബലിയുടെ ഭക്തിയിൽ സന്തുഷ്ടനായ ഭഗവാൻ മഹാബലിക്കു വേണ്ടി സുതലം എന്ന ഒരു പുതിയ വിശിഷ്ട ലോകത്തെയും അടുത്ത മന്വന്തരത്തിലെ ഇന്ദ്രപദവിയും നൽകി അനുഗ്രഹിക്കുകയാണ് ചെയ്തത് എന്നാണ് വിശ്വാസം.